ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. മാർച്ച് 22 മുതൽ 28 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 1 നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. പ്രാരംഭ് 2026 IT ആക്ട് 2025 നടപ്പാക്കുന്നതിന് മുന്നോടിയായി ഇതേക്കുറിച്ച് പൗരന്മാർക്ക് അവബോധം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രത്യേക ക്യാമ്പയിനാണ് പ്രാരംഭ് 2026. ഇത് ലോഞ്ച് ചെയ്തത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. പ്രാരംഭിൻ്റെ പൂർണ്ണരൂപം പോളിസി റീഫോം ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത്. 2026 ഏപ്രിൽ 1 മുതൽ IT ആക്ട് 2025 നിലവിൽ വരും. ലക്ഷ്യം നികുതിദായകർക്ക് പുതിയ സംവിധാനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരിക, നികുതി നടപടികൾ എളുപ്പമാക്കുക. നികുതിദായകരുടെ സഹായത്തിനായുള്ള AI ചാറ്റ്ബോട്ടാണ് കർസാത്തി. 5G ഇന്നൊവേഷൻ ഹാക്കത്തോൺ 2026. ടെലികോം വകുപ്പ് സംഘടിപ്പിക്കുന്ന 5G ഇന്നൊവേഷൻ ഹാക്കത്തോണിൻ്റെ രണ്ടാം പതിപ്പ് 2026 മാർച്ച് 20 ആരംഭിച്ചു. 5G 6G സാങ്കേതിക വിദ്യകളിലെ പുത്തൻ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയിലെ 5G പ്രയോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു ഹാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2026 ഹാക്കത്തോണിൻ്റെ ലക്ഷ്യമെന്നത് ആരോഗ്യ സംരക്ഷണം, കൃഷി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ 5G ഉപയോഗിച്ച് നൂതന മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. ഈ ഹാക്കത്തോണിലെ വിജയികൾക്കുള്ള സമ്മാനത്തുക: ഒന്നാം സ്ഥാനം ലഭിക്കുന്നയാൾക്ക് 5 ലക്ഷം രൂപ, രണ്ടാം സ്ഥാനത്തിന് 3 ലക്ഷം രൂപ, മൂന്നാം സ്ഥാനത്തിന് 1 ലക്ഷം രൂപ എന്നീ ക്രമത്തിലാണ്. വിജയികളെ പ്രഖ്യാപിക്കുന്നത് 2026 ഒക്ടോബർ 1 വിജയികൾക്ക് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാം. ഗിന്നസ് റെക്കോർഡ്: വിശാഖപട്ടണം സ്വദേശിയായ ഇന്ത്യൻ പർവ്വതാരോഹകൻ ഭൂപതിരാജ അൻമിഷ് വർമ്മയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഏറ്റവും വേഗത്തിൽ 7 അഗ്നിപർവ്വത ശിഖരങ്ങൾ അഥവാ 7 വോൾക്കാനിക് സമ്മിറ്റ്സ് കയറിയ പുരുഷൻ എന്ന നേട്ടത്തിനാണ് ഇദ്ദേഹത്തിന് ഗിന്നസ് ലഭിച്ചത്. 92 ദിവസവും 4 മണിക്കൂറും 45 മിനിറ്റുമായിരുന്നു ഇദ്ദേഹം എടുത്ത സമയം. ഇദ്ദേഹത്തിൻ്റെ പര്യവേഷണ കാലയളവ് 2024 ഒക്ടോബർ 23 മുതൽ 2025 ജനുവരി 23 വരെയാണ്. 7 വോൾക്കാനിക് സമ്മിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്പിലെ മൗണ്ട് എൽബ്രസ്, ആഫ്രിക്കയിലെ മൗണ്ട് കിളിമഞ്ചാരോ, ഏഷ്യയിലെ മൗണ്ട് ദമാവന്ത്, നോർത്ത് അമേരിക്കയിലെ പിക്കോ ഡി ഒറീസബ, സൗത്ത് അമേരിക്കയിലെ ഓജോസ് ഡെൽ സലാഡോ, ഓസ്ട്രേലിയയിലെ മൗണ്ട് ഗിലുവ, അന്റാർട്ടിക്കയിലെ മൗണ്ട് സിഡ്ലി എന്നിവയാണ്. മാർക്ക് ലിൻഡൺ ഹിസ്റ്ററി പ്രൈസ് 2026. 2026 മാർക്ക് ലിൻഡൺ ഹിസ്റ്ററി പ്രൈസ് പ്രശസ്ത ചരിത്രകാരൻ വില്യം ഡാൽ റിംബിൾ സ്വന്തമാക്കി. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദ ഗോൾഡൻ റോഡ്, ഹൗ ഏൻഷ്യൻ്റ് ഇന്ത്യ ട്രാൻസ്ഫോംഡ് ദ വേൾഡിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അവാർഡ് തുക $10,000 അവാർഡ് നൽകുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ജേർണലിസവും നീമാൻ ഫൗണ്ടേഷനും ചേർന്നാണ്. ചരിത്രപരമായ ഗവേഷണവും രചനാശൈലിയും സമന്വയിപ്പിക്കുന്ന മികച്ച കൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2026. 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാൻ 1-ാം സ്ഥാനത്ത്. ഇതുവഴി 2025 ഭീകരാക്രമണം ഏറ്റവും അധികം ബാധിച്ച രാജ്യമായി പാകിസ്ഥാൻ മാറി. ഇന്ത്യയുടെ സ്ഥാനം 13. ആഗോളതലത്തിൽ ഭീകരവാദ മരണങ്ങൾ 28% കുറഞ്ഞെങ്കിലും പാകിസ്ഥാനിൽ സ്ഥിതി രൂക്ഷമായി. പാകിസ്ഥാനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്, പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫ്, കറൻസി പാകിസ്ഥാനി റുപ്പി. ന്യൂ കോക്രോച്ച് സ്പീഷീസ്: നിയോ ലോബോപ്റ്ററ പെനിൻസുലാരിസ് എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള പുതിയ ഇനം പാറ്റയെ ഇന്ത്യയിൽ കണ്ടെത്തി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നാഥാചാവാടി കൃഷിയിടങ്ങളിൽ നിന്ന് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകരാണ് പുതിയ ഇനം പാറ്റയെ കണ്ടെത്തിയത്. ആദ്യമായാണ് DNA ബാർകോഡിംഗ് ഉപയോഗിച്ച് ഇന്ത്യയിൽ പുതിയ പാറ്റയെ കണ്ടെത്തുന്നത്. മഹാരാഷ്ട്രയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈ. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, ഗവർണർ ജിഷ്ണുദേവ് വർമ്മ. പ്രിസം SG പോർട്ടൽ: പാലം നിർമ്മാണത്തിലെ സ്റ്റീൽ ഗിർഡറുകളുടെ പരിശോധന, അംഗീകാരം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് പ്രിസം SG പോർട്ടൽ. പോർട്ടൽ ഫോർ റെയിൽ റോഡ് ഇൻസ്പെക്ഷൻ ആൻഡ് സ്റ്റേജസ് മാനേജ്മെൻറ്റ് സ്റ്റീൽ ഗിർഡേഴ്സ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. റോഡ് ഓവർ ബ്രിഡ്ജ്, റെയിൽവേ ബ്രിഡ്ജ് എന്നിവയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
റോഡ് ഉടമസ്ഥതാ വകുപ്പുകൾ, ഇന്ത്യൻ റെയിൽവേ, കരാറുകാർ, ഫാബ്രിക്കേറ്റർമാർ, പരിശോധനാ ഏജൻസികൾ എന്നിങ്ങനെ പ്രധാന പങ്കാളികളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് പ്രിസം SG പോർട്ടൽ. നാഷണൽ ഡെന്റൽ കമ്മീഷൻ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് പകരമായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പുതിയ ബോഡിയാണ് നാഷണൽ ഡെന്റൽ കമ്മീഷൻ. ഇതിൻ്റെ ലക്ഷ്യം 2023 നാഷണൽ ഡെന്റൽ കമ്മീഷൻ നിയമപ്രകാരം ദന്തൽ വിദ്യാഭ്യാസം, കോളേജുകൾ, ഡെന്റൽ പ്രാക്ടീസ്, പുതിയ കോഴ്സുകൾ എന്നിവയിൽ ഗുണനിലവാരവും സുതാര്യതയും ഉറപ്പാക്കുക എന്നതാണ്. നാഷണൽ ഡെന്റൽ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.